വാർദ്ധക്യം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ നീ മരണത്തിനു വേണ്ടിയുള്ളത് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല യുവാക്കളിൽ നമ്മുടെ സമൂഹത്തെ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം കണ്ടത് വെച്ച് വളരെ ഒരു റാഹത്തുള്ള അവസ്ഥയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. ഈ വിനീതൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും അങ്ങനെ തന്നെ പള്ളിയുമായിട്ട് വല്ലാത്ത മഹബ്ബത്തുള്ള ഒരു സമുദായമായിട്ട് നമ്മുടെ യുവാക്കളെ മാറേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, കിടപ്പിലായി കഴിഞ്ഞ് ഈ ആരോഗ്യമെല്ലാം തളർന്നു പോയി കഴിഞ്ഞിട്ട് ഒരുപാട് നന്മ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ള സമയത്താണ് ചെലവഴിക്കേണ്ടത്. ആരോഗ്യമുള്ള സമയത്താണ് ഞാനും നിങ്ങളും കടന്നു ചെല്ലേണ്ടുന്ന മരണശേഷമുള്ള വീടിന് വേണ്ടി തയ്യാറാക്കി വെക്കേണ്ടത്. നമ്മുടെ അടുക്കൽ നിന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോയി. ബഹുമാനപ്പെട്ട റിയാസ് ഉസ്താദ്, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ, തന്റെ ജീവിതത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ കഴിഞ്ഞു. 25-ാമത്തെ വയസ്സില് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രിയമുള്ള സഹോദരൻ മരിക്കുമെന്ന പ്രതീക്ഷയിലല്ല രാത്രിയിൽ കിടക്കാൻ തുടങ്ങിയത്. ഈ വിനീതൻ ചൂരിപ്പള്ളിയുടെ ഉള്ളിൽ ചെന്നതാണ്. ആ രംഗം കണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുവേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടില് വർഗീയതയുടെ വിഷവിത്തുകൾ വിതക്കുന്ന കാബാലികരെ നീ പരാജയപ്പെടുത്തണ റബ്ബേ. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാം ഒരു തസ്ബീഹ് മണിയിലെ മുത്തുമണികളെ പോലെ തോളോട് തോളുരുമ്മി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല നാളുകൾ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ തമ്പുരാനെ. അല്ലാഹുവിനോട് ദുആ ചെയ്യാ. ഈ വിനീതന് ചൂരിപ്പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു പോയിട്ട് കണ്ട ദൃശ്യമുണ്ട്. പ്രിയമുള്ള സഹോദരാ, അത് കണ്ട സമയത്ത് തന്നെ ഞാനത് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. എത്രയോ ആളുകൾ പറഞ്ഞു, ഉസ്താദേ, എത്രയോ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ്. പാതിരാത്രിയിൽ കടന്നു വന്ന് പ്രിയമുള്ള സഹോദരന്റെ കഴുത്ത് മാടിനെ അറക്കുന്നത് പോലെ അറത്ത് കളഞ്ഞില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ ദിവസവും ഒരുപാട് വൈകിയാണ് പ്രിയമുള്ള സഹോദരൻ ഉറങ്ങുന്നതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുകയാ. ഒരു നാടിന് മുഴുവനും പ്രിയങ്കരൻ. ഒരുപക്ഷെ ഒരു ആലിമിനെ കുറിച്ച്, പള്ളിയിൽ സേവനം ചെയ്യുന്ന ഒരാളെ കുറിച്ച് നാട്ടിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും അതിർത്തി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇല്ല, ഒരു മനുഷ്യന് പോലും അതിർത്തി പറയാനില്ല. കഴിഞ്ഞ സുദീർഘമായി 8 വർഷത്തോളം പള്ളിയിൽ ജോലി ചെയ്തു. ഒരു ഇശാ നമസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പക്ഷേ റിയാസ് മുസ്ലിയാർ ഉറങ്ങിയില്ല സഹോദരങ്ങളെ. വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഇന്നും ആ റൂമിനുള്ളിലേക്ക് കടന്നുപോയ അവസാന നിമിഷം തന്നെ വിരലിലേക്ക് കയറ്റിയിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് തസ്ബീഹ് ചെയ്ത തസ്ബീഹിന്റെ കൗണ്ടർ കാണാൻ കഴിയും. അതിന്റെ എണ്ണം ഞാനൊന്ന് എന്റെ ക്യാമറയിൽ സൂം ചെയ്തു. 6666 പ്രാവശ്യം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രിയമുള്ള സുഹൃത്താ, അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ റബ്ബിന്റെ മുമ്പിലേക്ക്
ഒരിക്കലേക്ക് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നറിയാതെ, ഈ ലോകത്ത് നിന്നുള്ള അവസാനത്തെ തസ്ബീഹാണെന്നറിയാതെ, ജീവിതത്തിന്റെ സുഖത്തിലും രസത്തിലോ തന്നോടൊപ്പം ജീവിച്ചത് പ്രിയതമയോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കടന്നു വന്ന പള്ളിയിൽ താമസിച്ച് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ജോലി ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച പ്രിയമുള്ള സുഹൃത്ത് റിയാസ് മുസ്ലിയാർ, ആ പ്രിയമുള്ള സഹോദരനോർത്തോ, ആ പ്രിയമുള്ള സഹോദരനോർത്തോ, അല്ലാഹുവേ സുബഹിക്ക് ബാങ്ക് വിളിക്കണമെന്നോർത്തിരിക്കുന്ന സമയത്ത്, സുബഹി ബാങ്കിന്റെ സമയത്ത് എന്റെ മയ്യത്ത്, എന്റെ മരണം സംഭവിച്ച വിവരം മൈക്കിലൂടെ ഉസ്താദ് അനൗൺസ്മെന്റ് ചെയ്യുമെന്ന് ആ പ്രിയമുള്ള സഹോദരൻ നനച്ചില്ല, ആ പ്രിയമുള്ള സഹോദരൻ ഓർത്തില്ല. പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിന്റെ മുന്നിലേക്ക് കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഉത്തർപ്രദേശ് അടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിമീങ്ങളെ വല്ലാത്ത ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടൊക്കെ സമാധാനം കൈവിടാൻ, ആ സമാധാനം കൈവിടാൻ നമ്മൾ യാതൊരു വിധത്തിലും ശ്രമിക്കല്ലേ, ഐക്യം കൈവിടാൻ നമ്മൾ ശ്രമിക്കല്ലേ. ലോകത്തിന്റെ ഏതൊക്കെ മുക്കുമൂലയിൽ മുസൽമാനെ ചിരച്ഛേദം നടത്തിയാലും നമുക്ക് പറയാനുള്ളത് നാളെ റബ്ബിന്റെ മുന്നില്, നാളെ അള്ളാന്റെ മുമ്പില് ആകാശത്തു കൂടി പറക്കുന്ന, ആകാശത്തോടുകൂടി പച്ചക്കിളികളുടെ ഉള്ളിൽ പറക്കുന്ന ഒരു ആത്മാവായിട്ട് മാറാൻ നമുക്ക് കഴിയുമെങ്കിൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവര് മരിച്ചെന്ന് പറയണ്ട, അവര് മരിച്ചെന്ന് നിങ്ങൾ പറയണ്ട. ബൽ അഹ്യാഉൻ, അവർ റബ്ബിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനി 100 പേരെ നിങ്ങൾ കൊന്നാലും നമുക്ക് പ്രശ്നമല്ല, 100 പേരെ കൊന്നാലും നമുക്ക് പ്രശ്നമല്ല. ആരോടും പ്രതികരിക്കാൻ ഞങ്ങളില്ല, ആരോടും പ്രകോപിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ സമാധാനത്തിന്റെ വാക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, സമാധാനത്തിന്റെ വാക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രതികരിക്കാമായിരുന്നെങ്കിൽ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ വഹ്ശി വന്നിട്ട് വല്ലാതെ ക്രൂരമായിട്ട് കൊന്നില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിൽ ലിംഗം വരെ ഛേദിച്ചെടുത്തില്ലേ? കരള് പോലും ചവച്ചു തുപ്പിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് വഹ്ശി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിലേക്ക് വഹ്ശി കടന്നു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സ്വന്തം കൊച്ചാപ്പയെ കൊന്ന മനുഷ്യനോട് പോലും അല്ലാഹുവിന്റെ റസൂല് കാണിച്ചത് സ്നേഹത്തിന്റെ മാതൃകയാണ്. ഒരു മനുഷ്യന്റെ കരള് ചവച്ചു തുപ്പി, ഹൃദയം പിളർത്തു, എന്നിട്ടും വഹ്ശിയുടെ കലി തീർന്നില്ല. ആ ചോരയെടുത്തിട്ട് തന്റെ തലയിലൂടെ തേച്ചു, എന്നിട്ടും കലി തീർന്നില്ല. ഹംസത്തുൽ ഖറാറിന്റെ ലിംഗം ഛേദിച്ചു. എത്രയോ ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടോ അല്ലാഹുവിന്റെ റസൂല് അവർക്ക് മാപ്പ് കൊടുത്തു, അല്ലാഹുവിന്റെ റസൂല് മാപ്പ് കൊടുത്തു. മുസ്ലിമായതിനു ശേഷം വഹ്ശി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാമിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. വഹ്ശി, ഇനി നീ എന്റെ അടുക്കലേക്ക് കടന്നു വരല്ലേ? അല്ലാഹുവിന്റെ റസൂല് പ്രതികരിക്കരുതേ മുസ്ലിമേ, പ്രകോപിക്കരുതേ മുസ്ലിമേ. ഒരു മുസ്ലിയാരെ കൊന്നെന്ന് പറഞ്ഞൊരു പൂജാരിയുടെ കഴുത്ത് നിങ്ങൾ ഇറക്കണ്ട, ഒരു പള്ളിയിലച്ഛനെയും നിങ്ങൾ ഉപദ്രവിക്കണ്ട, ഒരു അമ്പലത്തിന്റെ താഴികക്കുടങ്ങൾ തകർക്കണ്ട, 1000 പള്ളികൾക്ക് കല്ലെറിഞ്ഞാലും ഇല്ല 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 ഇല്ല, ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകൾ വിതക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് മാറി നിന്ന് ഈ സമുദായം പ്രതികരിക്കാൻ പഠിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഏറ്റവും നല്ല ആയുധം അത് ക്ഷമയാണ്, അത് ക്ഷമയാണ്, അത് കൈവിടല്ലേ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വഹ്ശി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വെളിയിലേക്ക് ചാലിട്ടൊഴുകുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹ്ശി, ഇനി നീ എന്റെ മുന്നിൽ വരല്ലേ, ഇനി നീ എന്റെ മുന്നിൽ വരല്ലേ.
ഒരു ചരിത്രം കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിലിരുന്ന് വായിക്കാനിടയായി. ഒരുപാട് ആളുകൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ പുസ്തകം ഒരു ളുഹർ കഴിഞ്ഞ് വായിച്ച് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് വെളിയിലേക്ക് ഒഴുകുന്നു. അല്ലാഹുവിന്റെ റസൂൽ വഹ്ശിയോട് പറഞ്ഞത്ര, വഹ്ശി, ഇനി നീ എന്റെ മുന്നിൽ വരണ്ട, നിന്നെ കാണുമ്പോ എനിക്ക് ഹംസയെ ഓർമ്മ വരുന്നെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സമാധാനം പഠിപ്പിച്ച ഏതെങ്കിലും മതത്തിന്റെ ആചാര്യനുണ്ടെങ്കിൽ അത് പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 1000 റിയാസുകാരുടെ ചിരച്ഛേദം നടത്തിയാലും മുസ്ലിമേ നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. വഹ്തസിമൂ ബിഹബിലില്ലാഹ്, അള്ളാന്റെ പാർശ്വത്തെ ഉറച്ചു പിടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കോ. അക്രമികൾ പരാജയപ്പെടും, അവർക്കൊരു പക്ഷെ ബോധ്യം വരും. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു ശാന്തി നൽകട്ടെ, നമ്മുടെ നാട്ടിൽ അള്ളാഹു ഐക്യം നൽകട്ടെ. പള്ളിക്കുള്ളിൽ കിടന്നുറങ്ങാൻ ഉസ്താദുമാർക്ക് പോലും പേടിയായി പോയി. പ്രിയമുള്ളവരെ, പേടിക്കണ്ട, പേടിക്കണ്ട, ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട. ഇനി അങ്ങനൊരു മരണം കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ പേടിയാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങള് ചിരിക്കണ്ട, അങ്ങനെ പേടിയുള്ളവരൊന്നും അല്ല അല്ലേ ഉസ്താദേ? മിമ്പറിന്റെ അടുക്കൽ ഞങ്ങളും വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഞാൻ വന്നപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ റൂമൊക്കെ റാഹത്താണല്ലോ. ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ പള്ളിക്കുള്ളിലാണല്ലോ അല്ലേ, 2 വാതിൽ കടന്നിട്ട് വേണം അകത്തേക്ക് വരാൻ. അകത്ത് കയറിയാൽ പിന്നെ പുറത്തു പോകാനും പറ്റൂല, വേറെ വാതിലില്ലതാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു എല്ലാവർക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പേടിക്കുന്നവരല്ല ഉലമാക്കള്, അങ്ങനെ പേടിക്കുന്നവരല്ല. ശമ്പളം കൂട്ടി ഞങ്ങൾ സമരം ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഉസ്താദ്? ശമ്പളം കൂട്ടാൻ വേണ്ടി ഇന്നേ വരെ ജമാഅത്ത് കമ്മിറ്റി ഓഫീസിൽ ഉപരോധം ഇരുന്ന ചരിത്രം ഇന്നേ വരെ ആലിമീങ്ങളുടെ ചരിത്രത്തിൽ ഇല്ല. ഉണ്ടാ? അധ്യാപകര് അല്ലെ, പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഹമീദ് അലി സാഹിബ്. അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത സദസ്സ് ഇവിടെ കൂടുന്നതിന് മുമ്പ് കൺകുളിർമയുള്ള നല്ല മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു കൺകുളിർമയുള്ള നല്ല മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ എന്നെ ഒന്ന് പ്രത്യേകിച്ച് കാണണം. ഞാനൊരു ദുആ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ ഈ ദുആ പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് അസ്ർക്ക് ഉണ്ടാവുകയും ചെയ്തൊരു ദുആയാണ്. അള്ളാഹു ആണല്ലോ ഇത് നൽകുന്നവനും ഇത് തിരിച്ചു തരുന്നവനും എടുക്കുന്നവനും ഒക്കെ അള്ളാഹിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത കൊല്ലം ഇവിടെ വരാൻ ഭാഗ്യം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് കയ്യിൽ ഒരാളോടെ കാണണം. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും നല്ല മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പേടിക്കുന്ന സമുദായമൊന്നുമല്ല ആലിമീങ്ങൾ. അങ്ങനെ ഒരു മരണമാണ് റബ്ബ് ഞങ്ങൾക്ക് വിധിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും സമാധാനിക്കാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അവർ മരിച്ചെന്ന് നിങ്ങൾ പറയല്ലേ, അവർ മരിച്ചെന്ന് നിങ്ങൾ പറയല്ലേ. ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രത്തിലുമില്ല